തീർച്ചയായും അതോടൊപ്പം നന്ദഗോപാൽ പട്ടാമ്പി നേർച്ചയ്ക്കിടെയും സംഘർഷമുണ്ടായല്ലോ. അതിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ള നിരവധി പേർക്ക് പരിക്കേറ്റു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്നേഹ, തീർച്ചയായും ഇന്നലെ രാത്രിയായിരുന്നു ഈ പട്ടാമ്പി നേർച്ചയ്ക്കിടെ സംഘർഷമുണ്ടായത്. പട്ടാമ്പി നേർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ആഘോഷത്തിനിടെ ഈ ഉപാഘോഷ കമ്മിറ്റികൾ, അതായത് ഈ പട്ടാമ്പി നേർച്ച നടത്തുന്നത് നിരവധി ഉപാഘോഷ കമ്മിറ്റികൾ ചേർന്നാണ്. ഇങ്ങനെ രണ്ട് ഉപാഘോഷ കമ്മിറ്റികൾ ചേരിതിരിഞ്ഞാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വലിയ ജനത്തിരക്കുള്ള സമയമായിരുന്നു, എഴുന്നള്ളത്ത് നടക്കുന്ന സമയമായിരുന്നു. ഈ നേരത്താണ് ഈ ഒരു സംഘർഷമുണ്ടായത്. ഒടുവിൽ പോലീസ് ഇവിടെ എത്തി ആളുകളെ പിരിച്ചുവിടുന്നതിന് വേണ്ടി ലാത്തി വീശേണ്ടി വന്നു. പക്ഷേ ലാത്തി വീശുന്നതിനിടെ ഒരു പോലീസുകാരനും പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ സംഘർഷത്തിൽ ഏർപ്പെട്ട ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരെ ആശുപത്രിയിലെത്തി ചികിത്സിക്കുകയാണ്. പക്ഷേ പരിക്കുകളൊന്നും തന്നെ ഗുരുതരമല്ല. ഏതായാലും വലിയ രീതിയിലുള്ള സംഘർഷമാണ് പട്ടാമ്പി നേർച്ചയ്ക്കിടെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. തീർച്ചയായും നന്ദു, ഈ ആന ഇറങ്ങി ഓടുകയായിരുന്നല്ലോ. അപ്പോൾ ഈ ഡ്രൈവർ അടക്കമുള്ളവർ കുറെ നേരം കഴിഞ്ഞിട്ടായിരുന്നോ ഈ സംഭവം അറിഞ്ഞത്? അതുകൊണ്ടാണോ ഇത്രയധികം ഈ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയും അതോടൊപ്പം ഒരു തമിഴ്നാട് സ്വദേശിയെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തത്? തീർച്ചയായും സ്നേഹ, അതാണ് ഇതിലെ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം. അതായത് ഈ പട്ടാമ്പി നേർച്ച കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടെ ആനയെ കയറ്റിയ ലോറി ഏതാണ്ട് പാലക്കാട് നഗരത്തിനോടടുത്ത് എത്തിയ സമയത്താണ് ലോറി ഡ്രൈവർ ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയത്. ഈ സമയത്താണ് പെട്ടെന്ന് ആന ലോറിയിൽ നിന്നും ഇറങ്ങി ഓടിയെന്നുള്ളത് പാപ്പന്മാർ പറയുന്നത്. ഈ സമയത്ത് പാപ്പന്മാർ ഉറങ്ങുകയായിരുന്നു എന്നും അറിയുന്നു. ഏതാണ്ട് കുറെ അധികം നേരം ആനയെ കണ്ടെത്താൻ പാപ്പന്മാർക്ക് സാധിച്ചില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ അങ്ങനെ കേട്ടുകേൾവില്ലാത്ത ഒരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പ്രദേശത്ത് അമ്പാട് എന്ന് പറഞ്ഞ ഒരു പ്രദേശത്ത് നിരവധി വീടുകളുണ്ട്. ഇവിടെ രാവിലെ പാല് കറക്കാൻ ഉൾപ്പെടെ എത്തിയ ആളുകളാണ് ഇങ്ങനെ ആന ഇവിടെ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. പിന്നീട് അവർ കണ്ടെത്തിയതിനു ശേഷമാണ് പാപ്പാന്മാരും ഇങ്ങോട്ട് എത്തിയത് എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ ഈ ഓടിയ ഒരു സമയത്താണ് ആന ഈ പ്രദേശത്തുള്ള വീടുകൾക്കുൾപ്പെടെ കേടുപാടുകൾ വരുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു ആൾക്ക് ചവിട്ടേറ്റു എന്നുള്ളൊരു വിവരവും പുറത്തു വരുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കൂടെ പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്ന തിരക്കിലാണ് പോലീസ്. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ നൽകാമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം, ഇത്രയധികം ജനത്തിരക്കേറിയ ഒരു പ്രദേശം അല്ലെങ്കിൽ വീടുകൾ തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശത്ത് ആനയെ ശാന്തനാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആന ഈ പ്രദേശത്ത് നിന്നും ഇടഞ്ഞോടുകയോ പരിഭ്രാന്തി പരത്തുകയോ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളായനെ. ഒപ്പം തന്നെ കുറെ അധികം രാവിലെ ആളുകൾ ഇറങ്ങുന്ന സമയത്തായിരുന്നെങ്കിൽ അപ്പോഴും പ്രശ്നം ഗുരുതരമാകുമായിരുന്നു. ഇത് പുലർച്ചെ ആന ഇറങ്ങി ഓടിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു അപകടം കുറയാനുള്ള ഒരു കാരണമായത്. ഏതായാലും ആനയെ ഉടൻ തന്നെ തളയ്ക്കാനുള്ള രാവിലെ ആയതുകൊണ്ട് തന്നെ പലരും ഒരു ഞെട്ടലിലായിരിക്കും അല്ലെ? വളരെ അപ്രതീക്ഷിതമായി തങ്ങളുടെ വീടിന് അടുത്തൊരു ആന എത്തുന്നു, ഇത്തരത്തിൽ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ രാവിലെ തന്നെയാണ് പലരും ആ ഒരു ഞെട്ടലിലായിരിക്കും അല്ലെ, ആ പ്രദേശവാസികളൊക്കെ തന്നെ. തീർച്ചയായിട്ടും അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, പുലർച്ചെ ഇങ്ങോട്ട് എത്തിയ സമയത്ത് ഈ പ്രദേശത്തുള്ളവർ ഉൾപ്പെടെ പാല് കറക്കാനൊക്കെ വേണ്ടി തൊഴുത്തിലേക്കൊക്കെ എത്തുകയായിരുന്നു. ഈ സമയത്ത് ഈ ആനയുടെ ബഹളം പൊന്തക്കാട്ടിൽ നിന്നും കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരാദ്യം കരുതിയിരുന്നത് അത് കാട്ടുപന്നിയായിരിക്കും, ഇവിടെ സ്ഥിരം എത്തുന്നതായിരിക്കും എന്നുള്ളതായിരുന്നു. പിന്നീട് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഈ ഒരു കാടിനുള്ളിൽ അല്ലെങ്കിൽ വീടിന് പുറകിലായി ആന നിൽക്കുന്നത് കണ്ടത്. അതോടുകൂടി എല്ലാവരും ആളുകളെ വിളിച്ചുണർത്തുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ആന ഇവിടെ എത്തിയ കാര്യം കാണുന്നത്. വളരെയധികം ഞാൻ പറഞ്ഞതുപോലെ വളരെയധികം തിരക്കേറിയ ഒരു പ്രദേശമാണ്. ഇവിടെയാണ് ഇങ്ങനെ ആന എത്തിയത്. ഏതായാലും സ്നേഹ, ഇപ്പോൾ ആനയ്ക്ക് ചെങ്ങല തളച്ചിട്ടുണ്ട്. ആനയുടെ കാലുകളിൽ രണ്ടിലും ചെങ്ങല തളച്ചിട്ടുണ്ട്. ഇനി ഉടനെ ആനയെ ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. എലിഫന്റ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തിയാണ് പാലക്കാട് പട്ടാമ്പി നേർച്ചയ്ക്ക് കൊണ്ടുവന്ന ആനയുടെ ചവിട്ടേറ്റ് തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റു. 2 പശുക്കളെയും ആടിനെയും ആന ചവിട്ടിക്കൊന്നിട്ടുണ്ട്. ആനയുടെ ആക്രമണത്തിൽ വീടുകൾക്കും കടകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിലവിൽ ആനയെ ഏകദേശം തളയ്ക്കാൻ കഴിഞ്ഞു എന്നാണ് പാലക്കാട് നിന്ന് നന്ദഗോപാൽ നൽകുന്ന വിവരം.